ഹായ് എവരി വൺ. ഇന്ന് നമുക്ക് ദുബായ് ട്രിപ്പ് കണ്ടാലോ. ഇത് ദുബായിലെ അക്വേറിയത്തിലുള്ള പെൻകിൻസ് ആണ് കേട്ടോ. പെൻകിൻസ് സ്റ്റെപ്പ് ഇറങ്ങുന്നത് കണ്ടോ. ഇതുപോലത്തെ ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു ആ അക്വേറിയത്തിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്രൂസ് എടുത്തു കേട്ടോ. ഒരു ക്രൂസ് ഡിന്നർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്രൂസ് ഡിന്നറിൽ കുറേ ആക്ടിവിറ്റീസ്, ഇതുപോലത്തെ ലൈറ്റ് സെറ്റപ്പിൽ ആളിങ്ങനെ ഡാൻസ് കളിക്കുന്നതും അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബോട്ട് എടുത്തിട്ട് ഓൾഡ് ടൗണും ന്യൂ ടൗണും കൂടെ ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു ബോട്ട് റൈഡ് എടുത്തു. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഓൾഡ് ദുബായ് എങ്ങനെയാണ്, മറ്റേ സൈഡിൽ നമുക്ക് ന്യൂ ദുബായ് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. ബിൽഡിങ്ങിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ഒരു ഡാൻസ് എടുത്ത കേട്ടോ. ബെല്ലി ഡാൻസും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൂടെ കാണാൻ വേണ്ടി നമ്മൾ വേറെ ഒരു ഏരിയയിൽ വന്നു, സഫാരിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ആക്ടിവിറ്റീസാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കുകയും ചെയ്യാം. നമ്മളങ്ങനെ ബൊഫേ പോലെ എന്തോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് ഫുഡ് എടുത്തിട്ട് വരാം. അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരുപാട് ആൾക്കാരുടെ ആക്ടിവിറ്റീസ്, ഇതായിരുന്നു ബെല്ലി ഡാൻസ്. അങ്ങനെ ഒരുപാട് ഡാൻസ് ആക്ടിവിറ്റീസും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പന കണ്ടോ. ദുബായിലെ പനകൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ഡേറ്റ്സൊക്കെ അവിടെ നിന്നല്ലേ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ദുബായിലെ ഫേമസ് ആയിട്ടുള്ള മറ്റേ ദുബായ് ഫ്രെയിമാണ്. അതിനകത്തൂടെ തന്നെ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാം, താഴത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട്. പിന്നെ ഇതിൻ്റെ അകം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളും നിന്ന് ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ പറ്റിയ ഒരു സെറ്റപ്പായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ദുബായിലെ ഡെസേർട്ടിൽ പോയി. ഡെസേർട്ട് സഫാരിയും ഭയങ്കര ഫേമസ് ആണല്ലോ ദുബായിൽ. അപ്പോൾ നമ്മൾ അതിന് പോയി, ഒരു ജീപ്പ് എടുത്തിട്ട് ദുബായ് സഫാരി ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ രാത്രിയിൽ അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗ്ലോബൽ വില്ലേജ് ആണ്. ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആക്കിയ ടൈമിലാണ് കേട്ടോ നമ്മൾ അവിടെ പോയത്. ഒരു പർട്ടിക്കുലർ 3 മാസം 4 മാസമേ ഗ്ലോബൽ വില്ലേജ് ഉള്ളൂ. അവിടെ എല്ലാ കൺട്രികളുടെയും ഇങ്ങനെ മിനിയേച്ചർ എന്നല്ല, എല്ലാ സെറ്റപ്പും ഉണ്ട്. അവിടെ ഫുഡും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊരു ദിവസം കിട്ടിയാൽ മാത്രമേ ഇത് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ ആക്ടിവിറ്റീസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ദുബായ് മോളാണ് കേട്ടോ. ദുബായ് മോൾ ഭയങ്കര ഫേമസ് ആണ്. ആ ഫൗണ്ടൻ, മനുഷ്യരിങ്ങനെ ചാടുന്ന പോലത്തെ ഫൗണ്ടൻ ഭയങ്കര ഫേമസ് ആണ്. അതല്ലാണ്ട് ഇവിടെ ഇല്ലാത്ത കടകളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ദുബായിലെ ബുർജ് ഖലീഫ. ഇത് നമ്മുടെ ഏറ്റവും വലിപ്പമുള്ള ടവർ എന്ന് പറയുന്ന ബുർജ് ഖലീഫയുടെ വ്യൂ ആണ്. ഇത് രാത്രിയിലാണ് ഈ ഒരു വ്യൂ വരുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ലൈറ്റ്സ് എല്ലാം ഇതായി കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഇവർ ഈ ഫൗണ്ടൻ്റെ അകത്തോട്ട് ഈ ലൈറ്റിങ് ഇടും. അപ്പോൾ ഇതിലിങ്ങനെ എഴുതി വരികയും ചെയ്യും. അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടൻ ഇങ്ങനെ പ്ലേ ചെയ്യും. ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ പ്ലേ ചെയ്യുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. അത്ര തിരക്കാണ് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഹൈലൈറ്റ്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയാണ് ഈ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഹോട്ടലൊക്കെ എടുക്കുകയാണെങ്കിലും ആ ഹോട്ടലിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇതിൻ്റെ ബുർജ് ഖലീഫയുടെ ചെറിയൊരു വ്യൂ കാണാൻ പറ്റും. കാരണം അത്രയും വലുപ്പം ഇതിനുണ്ടായതുകൊണ്ട് ഇതിൻ്റെ ടോപ്പ് വ്യൂ എങ്കിലും നമുക്ക് നമ്മുടെ ഹോട്ടലിൽ നിന്നും അല്ലെ എവിടെ നിന്നും ആണെങ്കിലും നമുക്ക് വിസിബിലിറ്റി ഉണ്ട്. അങ്ങനത്തെ നല്ലൊരു പരിപാടിയായിരുന്നു ഈ ബുർജ് ഖലീഫ. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പറ്റിയില്ല. അത് നമുക്ക് പിന്നെ ഒരു വട്ടം ആകാം എന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയി. ഇതിലെ ഏറ്റവും ദുബായിൽ ഫേമസ് ആയിട്ടുള്ള സാധനങ്ങൾ ഒന്ന് ഡെസേർട്ട് സഫാരിയാണ് കേട്ടോ. ഡെസേർട്ടിൽ കൂടെ ഓഫ് റോഡായിട്ട് നമ്മൾ വണ്ടിയിൽ പോകുന്നതും അല്ലെങ്കിൽ ക്യാമൽ റൈഡ് ചെയ്യുന്നതും അതൊക്കെ ഒരു ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. അതല്ലാണ്ട് നമ്മൾ പറയുന്നത് ബുർജ് ഖലീഫ ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്ലോബൽ വില്ലേജിൽ നമ്മൾ പോയപ്പം നമുക്ക് അവിടെ ദുൽഖർ സൽമാനെ കാണാൻ പറ്റിയെന്നുള്ളത് അവരുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ദുൽഖറും അങ്ങനെ കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെ കാണാനും നമുക്കൊരു ഭാഗ്യമുണ്ടായി ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ. പിന്നെ അവിടുത്തെ ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മിറാക്കിൾ ഗാർഡനിങ്ങിൽ പോയി. മിറാക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലവർ വെച്ചിട്ടുള്ള കുറേ ഇങ്ങനെ ആർക്കിടെക്ചർ പോലെ ഫ്ലവർ വെച്ചിരിക്കുന്ന ഒരു ഗാർഡനാണ് മിറാക്കിൾ ഗാർഡന്. അത്യാവശ്യം കാണാനുണ്ട്, പക്ഷെ അത്രയും ഒരു പുതുമ പോലൊന്നും തോന്നിയില്ല. ദുബായ് വന്നിട്ട് ഇത് ഫ്ലവേഴ്സിനെ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എല്ലായിടത്തും ഫ്ലവേഴ്സ് കാണുന്നതുകൊണ്ട് തന്നെ ഇതെനിക്ക് അത്ര ഒരു ഹൈലൈറ്റ് ഓഫ് ദുബായ് എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ചിലരൊക്കെ ഇതിനെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നവരാവാം, ചിലപ്പം ഭയങ്കരമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരുടെ ചോയ്സ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ മേ ബി 1 ടൈം പോകുന്നതിൽ തെറ്റുമില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമൽ റൈഡ് ചെയ്തു. നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ക്യാമൽ റൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കോടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ക്യാമൽ റൈഡ്, പക്ഷേ നമ്മൾ അവിടെ നിന്നൊന്നും ചെയ്തിട്ടില്ല. നമുക്കിവിടെ ദുബായ് വരേണ്ട വന്നു ആദ്യമായിട്ട് നമ്മൾ ക്യാമലിൽ നിന്ന് ഒരു റൈഡ് ചെയ്യാൻ വേണ്ടി. എന്ന് വെച്ചാൽ വലിയ റൈഡൊന്നും അല്ല കേട്ടോ, ചെറിയൊരു റൗണ്ട് എടുത്തിട്ട് അവർ നമ്മളെ തിരിച്ചു കൊണ്ടുപോയി. ഇവിടെ അത്രയേ ഉള്ളൂ.